എറണാകുളം കാക്കനാട് വാഴക്കാലയിൽ ആക്രി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായി എന്നാണ് ഈ മണിക്കൂറിലെ പുതിയൊരു വാർത്ത. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കാക്കനാട് വാഴക്കാലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതാണ് ബിനിൽ അവിടെ നിന്ന് നൽകുന്ന വിവരം. വാഴക്കാല എന്ന് പറയുന്നത് നഗരഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. ആക്രി ഗോഡൌണിനാണ് തീ പിടിച്ചത്. കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ബിനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, തീ പിടിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ ആരെങ്കിലും ഗോഡൌണിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? തീ അണച്ചോ? തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പുമുക്കിലാണ് ഈ സംഭവം. ചെമ്പുമുക്കിലെ ആക്രി ഗോഡൌണിനാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് തീ സമീപവാസികൾ കണ്ടത്. നമ്മളിപ്പോൾ ആ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഈ ആകാശത്ത് മുഴുവൻ നല്ല കറുത്ത പുകയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അത്തരത്തിൽ നല്ല രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മൾ ഈ റോഡിലൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയൊക്കെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ തന്നെ മറ്റൊരു ഫയർഫോഴ്സ് യൂണിറ്റും കൂടി പോവുകയാണ്. അതായത് തൃക്കാക്കരയിൽ നിന്നുള്ള ആദ്യ യൂണിറ്റ് എത്തിയിരുന്നു. അതിന് പിന്നാലെ രണ്ടാമത്തെ യൂണിറ്റ് ഫയർ യൂണിറ്റ് കൂടിയാണ് ഇപ്പോൾ തൃക്കാക്കരയിലെ, അതായത് ചെമ്പുമുക്കിലെ ഈ ഗോഡൌണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണുമ്പോൾ കറുത്ത പുകയാണ് അതിങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നതിന്റെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ ആക്രി ഗോഡൌണിൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? ഇപ്പോൾ അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നതായി കാണുന്നില്ല. ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നോ? നിയന്ത്രണ വിധേയമാണോ? അടുത്തേക്ക് പോകാൻ കഴിയുമോ? അതോ വിഷം ഉൾക്കൊള്ളുന്ന വമിക്കുന്ന പുകയാണോ? അതിന്റെ വളരെ കറുത്ത കളറിൽ പുക അന്തരീക്ഷത്തേക്ക് ഉയരുന്നതാണ് ആ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അതെ, നല്ല കറുത്ത പുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ഇതിനടുത്തേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പെയിന്റ് പാട്ടയടക്കമുള്ളവ ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. ആ രീതിയിലാണ് വലിയ പുക തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സമീപത്തെ ഫ്ളാറ്റുകളിലും ഒക്കെ നിന്നുകൊണ്ട് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തേക്ക് എത്തി, അതായത് ഈ ഗോഡൌണിന്റെ തൊട്ട് മുന്നിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെയും വലിയ രീതിയിലുള്ള പുകയും തീയും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റും കൂടി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കൂടി എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ പരിഭ്രാന്തരായി തീപിടുത്തം ഉണ്ടായ സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. രണ്ടാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി മറ്റു പല മേഖലകളിൽ നിന്നുള്ള അഗ്നിശമന സേന യൂണിറ്റുകൾ കൂടി ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.